ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ദുരിതത്തിൽപ്പെട്ട മരിച്ച അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ണൂർ പിന്നിട്ടു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വഴിനീളെ കാത്തുനിൽക്കുന്നത് നിരവധി പേർ. കർണാടക പോലീസും കാർവാർ MLAയും ആംബുലൻസിലെ അനുഗമിക്കുന്നുണ്ട്. ഈശ്വർ മാൽപേയും വിലാപയാത്രയുടെ ഭാഗമായി അർജുന്റെ വീട്ടിലേക്ക്. വടകര അഴിയൂരിൽ വെച്ച മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാലുണ്ട്. ഗോകുൽ, ഇപ്പോൾ എവിടെയാണ് ആംബുലൻസ് എത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. കോഴിക്കോട് മാഹി അതിർത്തിയിൽ വെച്ച് വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഔദ്യോഗികമായി അർജുന്റെ മൃതശരീരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് അർജുന്റെ മൃതശരീരവുമായി മണിപ്പാലിലെ ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഈ യാത്രക്കിടയിൽ പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളിലും നിരവധി ആളുകൾ ഈ അർജുനായി കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അർജുനായി പല പ്രദേശങ്ങളിലും അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് അന്തിമോപചാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം, 1-2 മണിക്കൂറുകൾക്കകം തന്നെ കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടിൽ ഈ മൃതശരീരം എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആദ്യഘട്ടം 4 പ്രദേശങ്ങളിലായിട്ട് ഇത്തരത്തിലൊരു അന്തിമോപചാര ചടങ്ങുകൾ അർപ്പിക്കാനുള്ള അവസരമൊക്കെ പല നാട്ടുകാർക്കും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കാർവാറിൽ നിന്ന് പുറപ്പെട്ട് നേരെ കണ്ണാടിക്കലിലായിരിക്കും എത്തുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്നും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കണമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല പ്രദേശങ്ങളിൽ പല വ്യക്തികളിലായിട്ട് അതിനുള്ള അവസരങ്ങൾ എല്ലാ ആളുകൾക്കും ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ 25 നാളുകളായി മലയാളികളുടെ മനസ്സിലെ വിങ്ങുന്ന വേദനയായി അല്ലെങ്കിൽ ഉള്ളിടയ്ക്കുന്ന കാഴ്ചയും വാക്കും പേരുമായിരുന്നു അർജുൻ എന്നത്. അർജുന് വേണ്ടി മലയാളികളുടെ മനസ്സ് ഒന്നാകെ തുടിച്ചിരുന്നു. എങ്ങനെയെങ്കിലും അർജുനെ ജീവനോടെ കണ്ടെത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ മലയാളികളെല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. പിന്നീട് ഈ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നടന്നിട്ടുള്ള അപകടത്തിന്റെ വ്യാപ്തിയും ലോറി ഉൾപ്പെടെ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി എങ്ങനെയെങ്കിലും അർജുനെ ഉണ്ട് അവസാനമായി അർജുന്റെ ഒരു തരിയെങ്കിലും കിട്ടുക എന്ന ആഗ്രഹമായിരുന്നു അർജുന്റെ കുടുംബാംഗങ്ങളും മലയാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെച്ചത്. ഈ ദൗത്യത്തിനിടയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നു. 2 തവണ ഈ അർജുനായിട്ടുള്ള രക്ഷാദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെ നിന്നും പിൻവാങ്ങാതെ അർജുനെ കൊണ്ടേ വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് അർജുന്റെ അനുജൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വമൊക്കെ അർജുനായിട്ടുള്ള തിരച്ചിലിൽ പങ്കാളികളാവുകയും ആ ദൗത്യം ഏകോപിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള യാത്രയിലേക്ക് എത്തിയിരിക്കുന്നത്. അർജുൻ സ്ഥിരമായി പോകാറുള്ള ഒരു വഴിയാണിത്. അർജുൻ വാഹനങ്ങളിൽ ലോഡുമായി പോകാറുള്ള ഒരു വഴിയിൽ സ്ഥിരനായി അർജുൻ എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാതെ അർജുൻ തന്നെ അവസാന യാത്ര വീട്ടിലേക്ക് ഒരുങ്ങുകയാണ്. ഒരിക്കലും അർജുന്റെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു യാത്ര അർജുന്റെ അവസാന യാത്ര വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയിട്ടായിരുന്നു കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 മണിയോട് കൂടി തന്നെ അർജുന്റെ ശരീരം വീട്ടിൽ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചത്. ഈ നാട്ടിലും പലതരത്തിലുള്ള ചടങ്ങുകൾ അർജുനെ ബഹുമാനപൂർവ്വം യാത്രയയക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് അവിടെയും നേതൃത്വം നൽകുന്നുണ്ട്. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ അർജുന് അന്തിമോപചാര ചടങ്ങുകൾ അർപ്പിക്കുന്ന ചടങ്ങുകൾ ഉണ്ടാകും. പിന്നീട് കണ്ണാടിക്കൽ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും അർജുന്റെ ഭൗതിക ശരീരം അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കുക. അവിടെ 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെക്കും എന്നാണ് പറഞ്ഞത്. അർജുന്റെ കുടുംബത്തിന് താങ്ങാൻ സാധിക്കുന്ന ഒരു കാഴ്ചയല്ല, അല്ലെങ്കിൽ അർജുന്റെ കുടുംബം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു യാത്രയല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 72 നാളുകളായിട്ട് മലയാളികളുടെ മനസ്സിൽ വിങ്ങുന്ന വേദനയും ഉള്ളിലിട്ടുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള അർജുൻ മലയാളികളുടെ മുഴുവൻ കണ്ണീരുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ജൂലൈ 16 ഷിരൂരിലെ ഗംഗാവലിയുടെ തീരത്ത് മണ്ണിടിച്ചിലുണ്ടായി. അർജുൻ ഉൾപ്പെടെ നിരവധി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പല ആളുകളുടെ കർണാടക സ്വദേശികളായിട്ടുള്ള നിരവധി ആളുകളുടെ ശരീരം പുറത്തെടുത്തിരുന്നെങ്കിലും അർജുൻ എവിടെയെന്ന ചോദ്യം അന്നേരവും അവശേഷിച്ചു. നീണ്ട 72 നാളത്തെ തിരച്ചിലുകൾക്കൊടുവിലാണ് അർജുന്റെ മൃതശരീരം നമുക്ക് പുറത്തെടുക്കുവാൻ വേണ്ടി സാധിച്ചത്. ജൂലൈ 16 കാണാതാവുകയും ജൂലൈ 19 മുതൽ ഗംഗാവലിയുടെ തീരത്തും പുഴയുടെ ആഴങ്ങളിലും നടത്തിയിട്ടുള്ള പരിശോധനകളൊക്കെ ആദ്യഘട്ടത്തിൽ വിഫലമായി.
പിന്നീട് കുറച്ചധികം നാളുകൾ ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഗംഗാവലിയിൽ കനത്ത കുത്തൊഴുക്കായിരുന്നു, കനത്ത മഴയായിരുന്നു ആ പ്രദേശത്താകെ. നേവിയും ആർമിയും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ ഇറങ്ങിയെങ്കിലും പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശോധിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ തന്റെ മകനെ ഒരു നോക്ക് കാണണമെന്ന അർജുന്റെ അമ്മയുടെയും അച്ഛന്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിലും അർജുന്റെ ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ താല്പര്യത്തിന് മുന്നിലും ഈ വിധി പോലും വഴിമാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. സമാനതകളില്ലാത്ത ഒരു തിരച്ചിൽ ദൗത്യമാണ് അവിടെ നടത്തിയത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. രാജ്യമൊന്നാകെ അതിന്റെ സാങ്കേതിക വിദ്യയും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും തിരൂരിലേക്ക് ഏകോപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാ ആളുകളും ആ വിഷയത്തിൽ ഇടപെടുകയും അർജുനെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ ദുരന്തം നടന്ന് അല്ലെങ്കിൽ ഗംഗാവാലിയുടെ തീരത്ത് ഇത്തരത്തിലുള്ള അപകടം നടന്ന് 72ാം നാളിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് 12 മീറ്റർ ആഴത്തിൽ നിന്ന് ചെളിയിൽ പൂണ്ട് കിടക്കുന്ന രീതിയിലാണ് കണ്ടെടുത്തത്. ആ ലോറി ഉയർത്തുമ്പോൾ തന്നെ അതിൽ ശരീരഭാഗങ്ങൾ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുകയായിരുന്നു. എന്നാൽ ശരീരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ അല്ലാത്തതിനാലും 72ഓളം ദിവസങ്ങളിൽ വെള്ളത്തേടിയിൽ കിടന്നതിനാലും ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് DNA പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം അതിന്റെ സാങ്കേതികവും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അർജുന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര അല്ലെങ്കിൽ ആംബുലൻസിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. ഈ അർജുന്റെ വാഹനം തന്നെയായിരുന്നു ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയത് എന്നതിനാലും അതിനുള്ളിൽ അർജുൻ തന്നെയാണ് എന്ന് ഉറപ്പുള്ളതിനാലും മറ്റ് സംശയങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നീക്കേണ്ടതുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അസാധാരണമായ രീതിയിൽ തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ നിന്ന് തീർത്തു തരാൻ കർണാടക ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. അതിനായി എല്ലാ ആളുകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ 4-5 ദിവസമോ എടുക്കാമായിരുന്ന ഒരു DNA പരിശോധനാ ഫലം 2 ദിവസത്തിനകം തന്നെ പൂർത്തീകരിച്ച് നൽകുവാൻ വേണ്ടി സാധിച്ചു.